അടുപ്പുകൂട്ടിയും ചിരട്ടമാല ചാർത്തിയ സിലിണ്ടറുമായും ഗ്യാസ് സിലിണ്ടർ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കാറ്റേഴ്സ് തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് വേറിട്ട സമരം അരങ്ങേറിയത്. പാചക സ്ഥാപനങ്ങളുടെ ഉടമകളും ജീവനക്കാരും ഒരുപോലെ അണിനിരുന്ന റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഗ്യാസ് വില വർധനവ് മൂലം പാചക മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധിക്കെതിരെയുള്ള താക്കീതായി മാറി. രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനവേ പാചകവാതക വിലവർദ്ധനവ് നാട്ടുകാരുടെ അന്നമുടക്കി വില കൂട്ടിക്കുന്ന തൊഴിൽ മേഖല കൂട്ടിക്കുന്ന കേന്ദ്ര ഭരിക്കും സർക്കാരെ അന്നം നൽകും കൈകളിലെ ഗ്യാസും വിലയാൽ വിലക്കുകയും അധ്യക്ഷൻ CP ലത്തീഫ്, സംസ്ഥാന ഭാരവാഹികളായ ബൈജു ക്രിസ്റ്റൽ, കേസിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എൽദോസ് അവർകള് ആണ്. CAKC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം. താഴെപ്പാലത്ത് നിന്ന് പ്രകടനമായി എത്തിയ മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എൽദോസ് ഓർക്ക് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്യാസ് ക്ഷാമവും വിലവർധനവും പാചക മേഖലയിൽ തൊഴിലാളി ക്ഷാമം സൃഷ്ടിക്കുന്നതിന് വരെ കാരണമായിട്ടുണ്ടെന്ന് എൽദോസ് ഓർക്ക പ്രസ്താവിച്ചു. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഇന്ന് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ജലം, വായു എന്ന പോലെ തന്നെ ഏറ്റവും ആവശ്യ ഘടകമായി തീർന്നിരിക്കുന്ന ഒന്നാണ് പാചകവാതക. ഇതില്ലാതെ ഇന്ന് ഒരു കുടുംബം ചലിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാഴ്ച മുമ്പേ തന്നെ നിങ്ങളുടെ ഭാര്യ, എന്റെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബിനികൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പറയും, ഗ്യാസ് തീരാൻ പോവുകയാണ്. ഗ്യാസ് തീർന്നാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ഊണുണ്ടാകില്ല, പുറത്തു നിന്ന് വാങ്ങിക്കണം എന്നുള്ള ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക്, ഗ്യാസ് ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ, നമ്മുടെ അപ്പൂപ്പന്മാർ, അമ്മമാരൊക്കെ വിറകിന്റെ അടുപ്പിലാണ് അരിയും മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അന്ന് കഞ്ഞിയും പയറും മറ്റുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മെനു ആയിരുന്നു. പക്ഷെ ഇന്ന് ഭക്ഷണ സംസ്കാരം തന്നെ മാറി. അതുകൊണ്ട് ഗ്യാസ് ഇല്ലാതെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരുപാട് വിഭവങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ രാജ്യത്തുടനീളമുണ്ട്. അതുകൊണ്ട് ആ ഭക്ഷണ സംസ്കാരം മാറിയതിന് പ്രകാരം നമ്മൾക്ക് ഇത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. എന്നാൽ അത് മാത്രമല്ല, ഇതിന്റെ ലഭ്യതക്കുറവ് മാത്രമല്ല, ഇതിന്റെ വില വർധനവ് അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഹോട്ടലുകളിലോ എവിടെ ചെന്നാലും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഒരു സ്ഥലത്തും തന്നെ ചായയോ കോഫിയോ അവർ തരാൻ തയ്യാറാകുന്നില്ല. കാരണം ഗ്യാസിന്റെ ലഭ്യതക്കുറവ്, ഗ്യാസിന്റെ വില വർധനവ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെയും ഞങ്ങൾക്ക്, കേറ്ററേഴ്സിന് അല്ലെങ്കിൽ ഹോട്ടലുകാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ഗ്യാസിന്റെ ആ സുഖത്തിൽ അനുഭവിച്ചു വന്നിരുന്നവർ ഇന്ന് തീക്കനലിൽ, വിറകിന്റെ കനലിൽ എരിയുന്നത് കൊണ്ട് എല്ലാവരും പണിവിട്ടു പോവുകയാണ്. തൊഴിലാളി കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര കണ്ടാണ് വില വർദ്ധിപ്പിക്കാൻ കഴിയുക? ക്ലയന്റിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഉപഭോക്താവിന് എങ്ങനെ വില വർദ്ധിക്കാൻ ഒരു പരിധി വിട്ട് കഴിയും? പക്ഷേ ഒരു 5 സിലിണ്ടർ വാങ്ങുന്ന ഒരു ഫേമിന് 5500 രൂപയിലധികം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ഫേം മൊത്തടങ്കം കുത്തുവാളയെടുക്കുന്ന സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ പിന്നിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്. വീട്ടിലെ വീട്ടമ്മമാരുടെ മനോവിഷമങ്ങൾ വേറെയുണ്ട്. ഒരു സാധാരണ ഒരു കാറ്ററിംഗ്, ഒരു ഹോട്ടൽ നടത്തുന്നതിന്റെ പ്രയാസങ്ങൾ വേറെയുണ്ട്. ഒരു തൊഴിലാളിയുടെ പ്രശ്നം വേറെയുണ്ട്. അങ്ങനെ ഒരുപാട് കിനാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കുന്ന ഒന്നാണ് ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ അല്പം വില വർദ്ധിപ്പിച്ചാലും ഇവിടെ മറ്റ് എന്ത് വിഭവങ്ങളും ഇല്ലാതിരുന്നാലും ഗ്യാസ് എന്ന് പറയുന്ന നമ്മൾ കുക്ക് ചെയ്യാൻ ആശ്രയിക്കുന്ന ഗ്യാസ് സിലിണ്ടർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെ പരിതാപകരമാണ്. നമുക്ക് കുടിവെള്ളം, നമുക്ക് ശുദ്ധജലം ലഭിക്കുന്ന പോലെ തന്നെ, വായു ലഭിക്കുന്നത് പോലെ തന്നെ നമുക്ക് അത്യന്താപേക്ഷിതമായി വന്നിട്ടുള്ള ഒന്നാണ് ഇന്ന് സമൂഹത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിലവാരത്തിനനുസരിച്ച് ഗ്യാസ്. സിലിണ്ടറിന് ഒറ്റയടിക്ക് 1000-ലേറെ രൂപ വർദ്ധിപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണെന്ന് CAKC ചൂണ്ടിക്കാട്ടി.
വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വരുമാനം കണ്ടെത്തുന്ന പാചക മേഖലയെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്ന് CAKC ആവശ്യപ്പെട്ടു. സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ഷംസു നാലകത്ത്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് PK ഷാഹുൽ ഹമീദ്, സെക്രട്ടറി അബ്ദുൾ റസാഖ്, ജില്ലാ ട്രഷറർ MK ബദറുദ്ദീൻ, ജില്ലാ സംസ്ഥാന ഭാരവാഹികളായ മുനീർ പരപ്പനങ്ങാടി, സുലൈമാൻ കുട്ടി, ഹാരിസ് കാലിക്കറ്റ്, സലീം കൈരളി, റഫീഖ് കൊണ്ടോട്ടി തുടങ്ങിയവർ സംസാരിച്ചു. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.